കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന ATM കവർച്ചയുടെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭ്യമായിരിക്കുന്നു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ കവർച്ച നടത്തിയെന്ന് കരുതപ്പെടുന്ന 3 വിദേശികളുടെ അടക്കമുള്ള ദൃശ്യങ്ങളാണ് പീപ്പിൾ പുറത്തുവിടുന്നത്. എങ്ങനെയാണ് അവർ കവർച്ച നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. തലസ്ഥാനത്തുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ATM കവർച്ച നടന്നത്. ഏത് തരത്തിലാണ് അവർ കവർച്ച നടത്തിയതെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, തലസ്ഥാനത്തെ ATM തട്ടിപ്പ് ഏത് തരത്തിലാണ് കവർച്ച നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സോമി, വ്യക്തമായും അവരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കാരണം ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് 3 അംഗ വിദേശ സംഘമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ 3 അംഗ സംഘം തന്നെയാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. പ്രത്യേകമായും ആദ്യം ഒരാളെത്തി ഇതിന്റെ ക്യാമറ ഘടിപ്പിക്കുന്നു, പിൻ നമ്പർ ഉൾപ്പെടെയുള്ളവ പകർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ളത് ഘടിപ്പിക്കുന്നു. പിന്നീട് വീണ്ടും പരിശോധന നടത്തുന്നു, വീണ്ടും എത്തി ഡെപ്പോസിറ്റ് മെഷീൻ സ്കിമ്മർ സ്ഥാപിക്കുന്നു. ഈ രീതിയിൽ വ്യക്തമായ രീതിയിൽ അവർ തട്ടിപ്പ് നടത്തിയതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്റർപോളിന്റെ സഹായം തേടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ADGP B സന്ധ്യ ഇപ്പോൾ ATMൽ പരിശോധന നടത്തിയ ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര ഏജൻസികളുടേതടക്കമുള്ള സഹായം തേടാതെ ഈ വിഷയത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന പോലീസിന് സാധിക്കുകയില്ല. പ്രത്യേകിച്ചും ഇവർ ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ ATMകളിൽ ഇത്തരം ഉപകരണങ്ങൾ സ്ഥാപിച്ചതിനു ശേഷം മുംബൈയിൽ നിന്നുമാണ് അവർ പണം പിൻവലിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ മുംബൈയിലുണ്ടോ അതോ ഇന്ത്യയിൽ നിന്നും കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ പോലും വ്യക്തതകൾ വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്റർപോളിന്റെ സഹായം തേടി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. സൈബർ വിദഗ്ധർ ഉൾപ്പെടെ നിരവധി പേരാണ് സംഘത്തിലുള്ളത്. ഒരു സംഘം സൈബർ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതിൽ വ്യാപകമായ തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ വ്യാപ്തി വലിയ തോതിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷീജ, ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുമ്പോൾ ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള പ്ലാനിംഗ് ഉണ്ടെന്ന് തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരാളകത്ത് കയറി വരുന്നു, ഇത്തരത്തിൽ ക്യാമറയിൽ ഉപകരണം ഘടിപ്പിക്കുന്നു, അതിനുശേഷം പുറത്തു പോയതിനു ശേഷം മറ്റൊരാൾ വന്ന് അതിനെ ചെക്ക് ചെയ്യുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്ലാനിംഗ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ച് ഇത് വൈകി എപ്പോഴോ ആണ് സംഭവിച്ചിരിക്കുന്നതെന്നും അധികം ഇരുട്ടുള്ള സമയത്തുമല്ല. മാത്രമല്ല, ഇത്തരത്തിൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന അനുസരിച്ച് ATM കൗണ്ടറുകളിൽ നമ്മൾ വളരെ വിശ്വാസത്തോടെ കണക്കിലെടുക്കുന്ന CCTV അടക്കമുള്ള ക്യാമറകൾ അവിടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ നമ്മൾ കരുതുമ്പോഴും ആ വിശ്വാസത്തിനും ഒരു കോട്ടം വരികയല്ലേ ഇപ്പോൾ? തീർച്ചയായും ബാങ്കുകൾ അതിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ സംഭവം നടന്ന ഇത്രയും ദിവസമായിട്ട് പോലും ഇതിന്റെ വാർത്തകൾ ഇന്നലെയാണ് പുറത്തു വരുന്നത്. എന്നിട്ട് ഇത്രയും സമയം പിന്നിട്ടിട്ട് പോലും ബാങ്കുകൾ സുരക്ഷകൾ ശക്തിപ്പെടുത്താൻ ആ രീതിയിലുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് വന്നിട്ടില്ല. ബാങ്കുകളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് പ്രധാനമായും ജൂൺ 30, ജൂലൈ 3, 9 തീയതികളിലാണ് ഇത്തരത്തിൽ ATM ഉപയോഗിച്ചവരിൽ നിന്നും പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ജൂൺ 30-ാം തീയതി ഇവർ ATMകളിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനുള്ള വ്യക്തമായ തെളിവുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇത്തരത്തിൽ വ്യാപകമായ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. സോമി, ഷീജ, ഇത് ബാങ്കിനോട് ചേർന്നുള്ള ATM ആണ്, വെള്ളയമ്പലത്തെ SBI ATM. അത്തരത്തിൽ ഒരു ഈ സമയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വളരെ തിരക്കുള്ള ഒരു സമയവുമാണ് വെള്ളയമ്പലത്തെ ഈ പ്രദേശങ്ങൾ ഒക്കെ തന്നെ. മാനവീയം റോഡിനോട് ചേർന്നുള്ളതാണ് ഈ ATM എന്നാണ് കരുതപ്പെടുന്നത്. അത്തരത്തിൽ തന്നെ ഈ തിരക്കുള്ള സമയങ്ങളിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനവുമില്ല, യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റിയും ഇല്ല ഈ പ്രദേശങ്ങളിൽ. ഇവയൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നത് തന്നെ വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയല്ലേ ഷീജ?
തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ATM തട്ടിപ്പിന്റെ ദൃശ്യങ്ങളാണ് പീപ്പിൾ പുറത്തുവിടുന്നത്. വെള്ളയമ്പലത്തെ SBI ATMിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു കവർച്ച നടന്നത്. ഇതിൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് 3 വിദേശികളാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന കാര്യം ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ IG മനോജ് എബ്രഹാമിന്റെ ഒരു സ്ഥിരീകരണവും ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ ATM തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര സംഘം എന്ന ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കൂടുതൽ വ്യക്തമാവുകയാണ്. 3 വിദേശികളാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് വ്യക്തമാകുന്നു. ആദ്യം ഒരാൾ വന്ന് ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഒരു പ്ലാനിങ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആദ്യം ഒരാൾ വന്ന് ഇത്തരത്തിൽ ക്യാമറയിൽ ഒരു ഉപകരണം ഘടിപ്പിക്കുന്നു. അതിനുശേഷം പുറത്തു പോയതിനു ശേഷം മറ്റൊരാൾ വന്ന് ഇത് ചെക്ക് ചെയ്യുന്നതടക്കമുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന വൻ ATM കവർച്ചയുടെ ദൃശ്യങ്ങളാണ് പീപ്പിൾ അല്പസമയം മുൻപ് പുറത്തുവിട്ടത്. തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര സംഘം എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പീപ്പിൾ പുറത്തുവിട്ടത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഈ തട്ടിപ്പ് അന്വേഷിക്കാൻ IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. സംഘം തട്ടിപ്പ് നടന്ന വെള്ളയമ്പലത്തെ ATM കൗണ്ടറിൽ എത്തി പരിശോധന നടത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ഏതായാലും ഒരു ഹൈടെക് മോഷണം തന്നെയാണ്, തട്ടിപ്പ് തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ള ATMിൽ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിൽ ഒരു ഒരു രാജ്യാന്തര സംഘത്തിന് തന്നെയാണ് ഇതിൽ ബന്ധമുള്ളത്. ഇത് രാജ്യാന്തര സംഘം തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും IG മനോജ് എബ്രഹാമിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉപയോഗിച്ച് അദ്ദേഹമാണ് ഇതിന്റെ മേധാവി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുമ്പാണ് ഇവിടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കവർച്ച നടന്നിട്ടുള്ള ATMിൽ എത്തി പരിശോധനകൾ നടത്തിയത്. സൈബർ വിദഗ്ധരും അതോടൊപ്പം തന്നെ SBI ബാങ്ക് അധികൃതരും ഉണ്ടായിരുന്നു പരിശോധനയിൽ. ഒപ്പം തന്നെ ADGP B സന്ധ്യയും പരിശോധനയിൽ പങ്കെടുത്തു. ഇതിൽ പ്രധാനമായും B സന്ധ്യ ഇതിനുശേഷം പ്രതികരിച്ചത് ഇന്റർപോളിന്റെ സഹായം ഇതിൽ തേടും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇവർക്ക് രാജ്യാന്തര ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്റർപോളിന്റെ സഹായമില്ലാതെ ഈ വിഷയത്തിൽ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് മാത്രം സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ 3 അംഗ വിദേശ സംഘമാണ് ഇത്തരത്തിൽ ഈ ഹൈടെക് തട്ടിപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം അവർ ആദ്യം ഒരാൾ എത്തി ATMിൽ എത്തി അവിടെ ഇത് ക്യാമറ സ്ഥാപിക്കുന്നു. അതിനുശേഷം സാഹചര്യങ്ങളെല്ലാം നോക്കി പുറത്തു പോകുന്നു. മറ്റുള്ള എത്തി വീണ്ടും പരിശോധന നടത്തുന്നു. അതിനുശേഷമാണ് ആദ്യം എത്തിയാൽ വീണ്ടും എത്തി ഇവിടെ ATM ഇതിന് സമീപത്തായി സ്ഥാപിച്ചിട്ടുള്ള ഡെപ്പോസിറ്റ് മെഷീനിൽ സ്കിമ്മർ സ്ഥാപിക്കുന്നത്. ഇത്തരത്തിൽ ഇവർ തീർത്തും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു തട്ടിപ്പ് തന്നെയാണ് ഇത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ 3 അംഗ സംഘത്തിന് തന്നെയാണ് ഇതിൽ വ്യക്തമായ പങ്കുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ജൂൺ 30-ാം തീയതിയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഇത്തരത്തിൽ ഇവിടെ ഈ ഉപകരണങ്ങൾ ATMകളിൽ സ്ഥാപിച്ചതിനു ശേഷം മുംബൈയിലേക്ക് കടക്കുകയായിരുന്നു. മുംബൈയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള പണം പിൻവലിച്ചിരിക്കുന്നത്. ഇതാണ് ഈ രീതിയിലാണ് അവർ തട്ടിപ്പ് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവർ റഷ്യ, കസാക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് പ്രാഥമികമായും ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും കേന്ദ്ര ഏജൻസികളുടേതടക്കമുള്ള സഹായമില്ലാതെ സംസ്ഥാന പോലീസിന് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഏതായാലും സൈബർ വിദഗ്ധർ അടക്കമുള്ള ഒരു സംഘം ഇതിനോടകം തന്നെ മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും തുടർന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്റർപോളിന്റെ കൂടി സഹായം തേടിയായിരിക്കും ഈ വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. സോമി, അന്വേഷണ സംഘം ഈ ATM കൗണ്ടർ വന്ന് പരിശോധിക്കേണ്ടതിന് ശേഷം അവർ മാധ്യമപ്രവർത്തകരോട് എന്താണ് പറഞ്ഞത് ഷീജ?
സോമി, വിശദമായ പരിശോധന തന്നെയാണ് അവർ ഇവിടെ ATM-ൽ എത്തി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം ADGP ബി സന്ധ്യ വ്യക്തമാക്കിയത് ഇന്റർപോളിന്റെ സഹായം തേടി തന്നെ ഈ അന്വേഷണത്തിൽ ഇന്റർപോളിന്റെ സഹായം തേടി തന്നെ സംസ്ഥാന പോലീസ് മുന്നോട്ട് പോകും എന്നൊരു മറുപടി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ആ രീതിയിൽ ഇന്റർപോളിന്റെ സഹായമില്ലാതെ സംസ്ഥാന പോലീസിന് ഒറ്റയ്ക്ക് മാത്രമായി ഈ വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രാജ്യാന്തര സംഘം തന്നെയാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. ഈ തട്ടിപ്പിൽ അവർ തന്നെയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്ന് ADGP തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ ഇന്റർപോളിന്റെ സഹായം തേടാനായും തീരുമാനിച്ചിരിക്കുന്നത്. സോമി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.